എനിക്കിപ്പോൾ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഞാനിവിടെ ഒരു ചേഞ്ചിൽ കൊണ്ടുവന്നിട്ടൊന്നും എനിക്ക് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുമില്ല. ബട്ട് ഐ ക്യാൻ ഐഡൻറ്റിഫൈ ആൻഡ് ഐ ക്യാൻ അവോയ്ഡ് ഗോയിങ് ദറ്റ് പാത്ത്. ദാറ്റ് ഇസ് ഓൾ ഐ ക്യാൻ ഡു. ഭരണകൂട ഭീകരത നിലനിൽക്കുകയാണെന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിലും താങ്കളുടെ കല അതിനെതിരെ, ആ അനീതിക്കെതിരെ ശക്തമായി പോരാടുമെന്ന് താങ്കൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് ജീവിക്കണം. എനിക്ക് അതുകൊണ്ടല്ലേ പുതിയ കാലത്ത് ഇന്ത്യയിൽ ഒരു കലാകാരന് ഈ രീതിയിൽ കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, പറയാൻ പറ്റില്ല. സ്പെസിഫിക് ആയിട്ടുള്ള ഹിസ്റ്റോറിയനെ ബാക്ക് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഇവിടെ പറയാൻ പാടുള്ളൂ, കാണിക്കാൻ പാടുള്ളൂ, ചിന്തിക്കാൻ പോലും പാടുള്ളൂ. അച്ഛൻ്റെ ഒരു സാധനം കൂടെ ആയിരുന്നു, നിൻ്റെ സിനിമ ഇന്നത്തേക്ക് മാത്രമല്ല, നീ ഇത് റെക്കോർഡ് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. നാളെ ഒരാൾ കാണും, അയാൾക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യണം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഇത്തരം വിഷയങ്ങൾ എനിക്ക് എൻ്റെ ആർട്ടിലൂടെ റിഫ്ലക്റ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഈ സാധനങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്തുകളോ ഒക്കെ എനിക്ക് റിഫ്ലക്റ്റ് ചെയ്യാം. ലൈക്ക് വർണ്ണിത്തലാശം ഐ റിഫ്ലക്റ്റഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറൗണ്ട് us. പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? പുതിയത് അഭിനയിക്കുന്ന 2 പ്രോജക്ട്സ് ഉണ്ട്. അല്ലാതെ ഡയറക്റ്റ് ചെയ്യാനായിട്ടൊരു 2 സബ്ജക്ട്സ് ഇങ്ങനെ ഞങ്ങൾ എഴുത്തിലാണ്. ഒന്നും അങ്ങോട്ട് ആ സാധനങ്ങൾ അനൗൺസ് ചെയ്യാനും മാത്രം ആയിട്ടില്ല. അൺലെസ് ആൻഡ് അൺടിൽ ഐ ഗെറ്റ് എ ഫ്യൂ ആക്ടേഴ്സ് ഓൺ ബോർഡ്, ഐ വിൽ നോട്ട് ബി ഏബിൾ ടു അനൗൺസ് ഇറ്റ്. ബട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് 2 ഫിലിംസ് ഡയറക്റ്റ് ചെയ്യാനുള്ളൊരു രീതിയിൽ ഇങ്ങനെ ആയി വരുന്നു. അതിൻ്റെ ഏകദേശം എല്ലാ പണി ഒരെണ്ണത്തിൻ്റെ ഏകദേശം എഴുത്ത് കംപ്ലീറ്റ് ആയി. ഇനി ആക്ടേഴ്സിനെ മുട്ടുക എന്നുള്ളതാണ്. മറ്റൊന്നിൻ്റെ ഒരു ആക്ടറായി ഇനി ഒരു ആക്ടറും കൂടെ ആയാൽ എനിക്കത് അനൗൺസ് ചെയ്യാനുള്ള ഒരു പദ്ധതിയിലേക്ക് എത്തും. എഴുത്ത് സിദ്ധാർത്ഥ് ഒറ്റയ്ക്ക് അല്ലല്ല, ഇത് 2 വേറെ വേറെ റൈറ്റേഴ്സാണ്. ഒരെണ്ണത്തിന് 3 റൈറ്റേഴ്സ് ഉണ്ട്, ഒരെണ്ണത്തിന് 2 റൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ തല കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് സംവിധായകൻ എന്നുള്ള രീതിയിൽ അതിലേക്ക് മാത്രം നിന്ന് അതിനെ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പുതിയ രീതിയിലും കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ബജറ്റിലുള്ള സിനിമയാണ്. അല്ല ഒരെണ്ണം ഒരു തികച്ചും ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിമാണ്, ഒരെണ്ണം ഒരു കൊമേഴ്ഷ്യൽ നോർമൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമയാണ്. വായനയിലെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? വായനയിലെ താല്പര്യം ഹിസ്റ്ററിയാണ്. വായനയിലെ താല്പര്യം നമ്മൾ മനുഷ്യർ എങ്ങനെ ഇതുവരെ എത്തി, 2025 വരെ എങ്ങനെ എത്തി എന്നുള്ള ഒരു സാധനം, അതാണ് കൂടുതലും താല്പര്യം വായിക്കാൻ. എന്നുവെച്ചാൽ അത് നടന്ന ഒരു കഥയാണല്ലോ എല്ലാം. പലതും ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്നത് മിക്കതും നടന്ന വിഷയങ്ങളാണ്. പിന്നെ ഈ പോര് തന്നെ നടന്നിട്ടുള്ളൂ. നമ്മുടെ ഇതിൽ ഒരു മാറ്റമില്ല. ഇന്നും അത് നടക്കുന്നുണ്ട്, നാളെയും നമ്മളത് നടത്തും. ഈ പറഞ്ഞ മറ്റേ ആൻറ്റി വാർ മറ്റതൊക്കെ പറഞ്ഞാലും നമ്മൾ വീണ്ടും അത് ചെയ്യും. അതാണ് നമ്മുടെ ഒരു ലൈൻ എന്നുള്ള ലൈനിലാണ് നിൽക്കുന്നത്. ഇതുവരെ ഞാൻ വായിച്ചാൽ എനിക്ക് മനസ്സിലാക്കപ്പെട്ടത്, വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ദിസ്: പീപ്പിൾ ആർ ഗ്രീഡി ആൻഡ് ദേ വിൽ കീപ്പ് ഓൺ ഡൂയിങ് ദിസ്. ഒരാളുടെ നേട്ടത്തിന് മറ്റൊരാളുടെ എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എനിക്കത് നേടണം എന്ന് തന്നെയാണ്. 1,00,000 കൊല്ലം മനുഷ്യന് ഉണ്ടായ സമയം പോലും ഇന്ന് വരെ ഒരു മാറ്റമില്ലാതെ നമ്മൾ പിടിച്ചു വെച്ചേക്കുന്നത് ആ ഒരു ക്യാരക്ടർ ട്രീറ്റ്. പക്ഷേ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ലെ, ഉൾക്കൊണ്ടിട്ടും കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇത്രയും കാലമായിട്ട് ഈ ഹിസ്റ്ററി ഞാൻ മാത്രമാണ് പഠിച്ചേക്കണത്. എത്രയോ പേര് പഠിച്ചിട്ടുണ്ട്. കലയ്ക്ക് ഇതിനൊക്കെ ഉള്ള ഒരു പ്രസക്തി എന്താണ്? കല ഇസ് ബേസിക്കലി എ റിഫ്ലക്ഷൻ ഓഫ് ദ സൊസൈറ്റി. പക്ഷേ ഇപ്പൊ കല പോലും കൺട്രോൾഡ് അല്ലേ ഇപ്പോഴത്തെ കാലത്ത്. യു കാൻ ഡു ദാറ്റ്. എനിക്ക് കേരളത്തിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ അമ്മയുടെ മുൻപിലുള്ള പേര് KPAC എന്നാണ്. കേരളത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അത് പറയാനും പറ്റുള്ളൂ. പിന്നെ അപ്പം അതാണ് ഞാൻ ചോദിച്ചത്, ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ചരിത്രത്തിൽ നിന്ന് നമ്മൾ കിട്ടേണ്ട പാഠം എന്ന് പറയുന്നത് ബേസിക്കലി കോഎക്സിസ്റ്റൻസ് ആണ്. കോഎക്സിസ്റ്റൻസും ഇൻ ദ നെയിം ഓഫ് ഗോഡും കടന്ന് ഈ തല്ലുന്നതിൻ്റെ ഇതിൽ ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് നമ്മൾ വായിച്ചെടുക്കേണ്ട സാധനം. പക്ഷേ ഇത്രയും ബുക്സായിട്ട്, ഇത്രയും ലോങ് സെല്ലിംഗ് ബുക്സ്, ബെസ്റ്റ് സെല്ലിംഗ് ബുക്സ്, ഇതൊക്കെ ആരാ വായിക്കുന്നത്? ഇതൊക്കെ വായിച്ചവരിങ്ങനെ ചെയ്യുമോ?
ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണല്ലേ അത്. ഇപ്പോഴും ഇറ്റ്സ് ഹാപ്പനിങ്. ഈവൻ ഇൻ അവർ ഓൺ കൺട്രി ഇറ്റ്സ് ഹാപ്പനിങ്. യു ആർ സൈഡ് ലൈൻ, യു ആർ പുട്ട് ഒരു വലിയൊരു ഷീറ്റ് ഉണ്ടാക്കി അതിൽ ഇതുണ്ടാക്കി ഇതിൽ ഇത്ര പേര് അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എന്നെ സ്കൂളിൽ എന്തിനാ പഠിപ്പിച്ച ജാതി വൈകരുത്? എന്തിനാ പഠിപ്പിച്ചവരത്? പഠിപ്പിക്കാതിരിക്കാറുണ്ടോ? ഇപ്പോഴും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബുക്സ് വായിച്ചിട്ട് ഞാനല്ല റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്, തലപ്പത്തിരിക്കുന്നവരാണ് ഇത് വായിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യേണ്ട ആൾക്കാർ. വേൾഡിനെ ഒരു കുറച്ചുകൂടെ ഹാപ്പി സസ്റ്റൈനബിൾ പ്ലേസ് ആക്കാം. പക്ഷെ അവരത് ചെയ്യുന്നില്ലല്ലോ. ക്ലൈമറ്റ് വാർണിംഗ് എന്ന് പറയുന്ന ഇവിടെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മുടെ ലക്ഷറി ഗുഡ്സിന് നമ്മൾ വേണ്ടാതെ പറയട്ടോ. വി ആർ സ്റ്റിൽ ഗെറ്റിംഗ് ക്ലോത്ത്സ്, വി ആർ സ്റ്റിൽ ഗെറ്റിംഗ് തിങ്സ്, വി ആർ ബൈയിങ് കാർസ്, വി ആർ ബേണിംഗ് ഫ്യൂവൽ. എല്ലാം ചെയ്തുകൊണ്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. അത് ഈ വ്യവസ്ഥയിൽ മാറ്റം വരാത്തത് കൊണ്ടാണല്ലോ. വ്യവസ്ഥ മാറും എന്നാണല്ലോ മറ്റുള്ള ആളുകൾ പറയുന്നത്. അല്ല, എന്ന് ഈ വ്യവസ്ഥ മാറും എന്നുള്ളത് കഴിഞ്ഞ 500 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് മാറിയോ? ഇല്ല. മാറൂലേ? ആടുന്നു മാറിയാ ഞാൻ പറയാം മാറിയത്. അല്ല, അതിൽ നമ്മൾ ആരും ഒന്നുമല്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഇത്തരം വിഷയങ്ങൾ എനിക്ക് എൻ്റെ ആർട്ടിലൂടെ റിഫ്ലക്റ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഈ സാധനങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്തുകളോ ഒക്കെ എനിക്ക് റിഫ്ലക്റ്റ് ചെയ്യാം. ലൈക്ക് വർണ്ണിത്തലാശം ഐ റിഫ്ലക്റ്റഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറൗണ്ട് us. ചുറ്റിനും ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യത്തിലാണ് ഞാൻ നിർത്തിയിരിക്കുന്നത് പടം. അതെ അതെ. വാട്ട്സ് ദ യൂസ്? ഈ സിനിമ കാണലാണോ അല്ലെങ്കിൽ വായനയാണോ നമ്മളെ സിനിമ ചെയ്യുന്നതിലേക്ക് നമുക്ക് ഗുണകരമാവുക? എനിക്ക് വായന എന്ന് പറയുന്നത്, ഞാൻ ചില സെലക്റ്റീവായിട്ടുള്ള ഫിക്ഷണൽ ഐറ്റങ്ങളെ ഞാൻ വായിക്കാറുള്ളൂ. വളരെ സെലക്റ്റീവായിട്ട്. അതിൽ ചിലപ്പോൾ എനിക്ക് മേ ബി പറഞ്ഞ പോലെ ഇൻട്രാ പേഴ്സണൽ റിലേഷൻ വിഷയങ്ങൾ എന്തെങ്കിലും ഹുക്ക് ചെയ്യാം. ഒരാളോട് പെരുമാറുന്ന രീതികൾ എനിക്ക് ഹുക്ക് ചെയ്യാം. ചില ഡയലോഗ്സ് ഹുക്ക് ചെയ്യാം, സിറ്റുവേഷൻസ് ഹുക്ക് ചെയ്യാം. പക്ഷെ ബിയോണ്ട് ദാറ്റ് എനിക്ക് സിനിമനാട്ടിലും ആ ഫിക്ഷണൽ റീഡിംഗ് ഒക്കെ ഫോർ ഫിലിമാണ്. മറ്റത് എൻ്റെ പേഴ്സണൽ ഗ്രോത്താണ്. ഇപ്പോൾ മോസ്റ്റ്ലി ഞാൻ പറയാമല്ലോ, മനു എസ് പിള്ളയുടെ ബുക്സ്, മനു എസ് പിള്ളയുടെ റിബൽ സുൽത്താൻസ് എന്ന് പറഞ്ഞ ബുക്ക്, ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ബുക്ക്. ഇറ്റ് ത്രോസ് എ ലോട്ട് ഓഫ് ഇൻസൈറ്റ് ഇൻ ടു അവർ തിങ്. ആൾക്കാരെ എങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത്, എന്തായിരുന്നു ഡേ ടു ഡേ ആക്ടിവിറ്റി, എങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ലല്ലോ. ഇപ്പം നമ്മൾ യൂറോപ്പിലോ അല്ലെങ്കിൽ US പോവുകയാണെങ്കിൽ യു ഗോട്ട് എ പ്രോപ്പർ ഡോക്യുമെന്റഡ് സ്റ്റഫ് ഇൻ ദ മ്യൂസിയം. എങ്ങനെയായിരുന്നു ലൈക്ക് 500 years ബാക്ക്, ഇൻക്ലൂഡിങ് ദ റെഡ് ഇന്ത്യൻസ് ബിഫോർ ദീസ് ഗൈസ് കെയിം ടു US, ഉള്ള സാധനത്തിൻ്റെ ഡോക്യുമെൻറ്റേഷനും സാധനങ്ങളും അവരുടെ ഹിസ്റ്ററിയും ഒക്കെ വെൽ ഡോക്യുമെൻറ്റഡ് ആൻഡ് വെൽ നോൺ ആണ്. പക്ഷേ ഇസ് ദാറ്റ് ദ സീൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ അങ്ങനെയാണോ? അല്ല. അങ്ങനെയാണോ? അല്ല. വിജയനഗര എംപയർ പോലും ഡൂംഡ് ആയിരുന്നെന്നും അത് തിരിച്ച് നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് ബൈ എ ബ്രിട്ടീഷ് എക്സ്പ്ലോറർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തായിരുന്നു എന്നുള്ളത്. അത്രയും വലിയൊരു എംപയർ, ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്, ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അത് ഒബ്സ്ക്യൂറായി വിത്തിൻ 200 years അല്ലെങ്കിൽ 300, എങ്ങനെ അത് അങ്ങനെ കാണാതായപ്പെട്ടു? ഒരാൾക്കും അറിയില്ലായിരുന്നു. ഇവര് വെട്ടിത്തെളിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞു തന്നപ്പോൾ ആ ശരിയാണ്, ഇങ്ങനൊരു രാജ്യം ഉണ്ടായിരുന്നു ഇവിടെ എന്ന് പറയാം. ദാറ്റ്സ് സോ ഷെയിംഫുൾ. ശരിക്കും ഷെയിംഫുൾ അല്ലേ അത്? നമ്മൾ നമ്മുടെ ഹിസ്റ്ററീനെ ഒന്നും അങ്ങനെ ഡോക്യുമെന്റ് ചെയ്തിട്ടുമില്ല, എടുത്തു വെച്ചിട്ടുമില്ല. ആരൊക്കെയോ പറയുന്ന അതാണ് ഹിസ്റ്ററി. പക്ഷേ പുതിയ കാലത്ത് നേരത്തെ സിദ്ധാർത്ഥ പറഞ്ഞിട്ട് ചരിത്രം ആകെ മാറ്റിമറിക്കുന്ന ഒരു രീതിയാണ് ഇന്ത്യയിൽ കാണുന്നത്. അതെ 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 അതെ. ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി. ജയിച്ചവൻ്റെ കഥ, തോറ്റവൻ്റെ കഥ കേട്ടിട്ടില്ലല്ലോ. ഏത് വിഷയത്തിലായാലും വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയായിരുന്നു അമ്മ. അതിൽ ചിലപ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, എങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുമായിരുന്നു. അതൊരു കലാകാരി എന്ന നിലയിൽ സമൂഹത്തോട് ചെയ്യേണ്ട എല്ലാ പ്രതിബദ്ധതയും KPSC ലളിതയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു കലാകാരൻ അങ്ങനെയല്ല, ഒരു കലാകാരി അങ്ങനെ പറയേണ്ടതുണ്ടോ എന്നറിയില്ല. എന്താണ് ഇക്കാര്യത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ്റെ നിലപാട്? അവരത് കലാകാരിയായിട്ട് പറയുന്നതെന്ന് പറയുന്നത്, ഒന്ന് സൊസൈറ്റിയിൽ അവർ അംഗീകരിക്കപ്പെട്ടതിന് ശേഷമാണ്
അത്തരം ഒപ്പീനിയൻസ് ഒരു ഓപ്പണായിട്ട് പറഞ്ഞു തുടങ്ങിയത്. ബിക്കോസ് ദ സൊസൈറ്റി ഈസ് മേഡ് അപ്പ് ഓഫ് എ ലോട്ട് ഓഫ് പീപ്പിൾ, ലോട്ട് ഓഫ് സൈഡ്സ്, ലോട്ട് ഓഫ് പൊളിറ്റിക്കൽ ഐഡിയാസ്. സോ അപ്പോൾ ഈസിലി ഷൻ ചെയ്യപ്പെടാം അവരിങ്ങനെ ഒരു ഇതിലാണ്. പക്ഷെ അതിൻ്റെ മുകളിൽ അതീതമായിട്ട് ഒരു ആർട്ടിസ്റ്റാണെന്നുള്ളത് ഈ 3 അല്ലെങ്കിൽ 4 5 വിഭാഗക്കാരും അംഗീകരിച്ചതിന് ശേഷം മാത്രമേ അവർ ആ ഒപ്പീനിയൻ പറയുമ്പോൾ അതിനൊരു വാല്യൂ വരിക, അതിനൊന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ ലൈക്ക് ദേ വുഡന്റ് ഷൻ ഇറ്റ് ലൈക്ക് അതർവൈസ്. അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് എത്തണം, അതിന് ശേഷമേ നമുക്കൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു സാധനമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം മൗനം പാലിക്കുന്നത്. മൗനം പാലിക്കുന്നില്ലെങ്കിലും ഓപ്പണായിട്ട് അങ്ങനെ അഭിപ്രായം പറയാത്തത് അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാനൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഒന്നും വലുതായിട്ടൊന്നും മാറാനൊന്നും പോകുന്നില്ല. കലാകാരന് അത്ര ഒരു ദൗത്യം ഉണ്ടോ? ഓഫ് കോഴ്സ്. വൈ? ബിക്കോസ് ഈ കല എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് വാട്ട് ഇസ് അറൗണ്ട് യു. ഇപ്പം സൺറൈസും സൺസെറ്റും ഇല്ലെങ്കിൽ പെയിൻറ്റേഴ്സ് ഇല്ല ഇത് പറഞ്ഞതല്ലേ, അത് കാര്യം. അപ്പോൾ ഈ കഥകളോ ഇല്ലെങ്കിൽ നമ്മൾ ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇപ്പം എന്നും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണത് ഈ സൊസൈറ്റീനെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ചാർലി ചാപ്ലിൻ സൊസൈറ്റിയും അതിലുണ്ടാകുന്ന പട്ടിണീനെയാണ് പുള്ളി കോമഡി ആയിട്ട് റിഫ്ലക്ട്. അതില്ലായിരുന്നെങ്കിൽ പുള്ളി അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. ഇല്ല. സോ അതാണ് കലാകാരൻ. അയാൾ ഈ ചുറ്റിനും നടക്കുന്ന വിഷയത്തെ വെച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടുമാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. അതാണ് അയാളുടെ ചെയ്തത്. അതേ പണിയാണ് അമ്മ ഇവിടെ ചെയ്തത്, അതിൽ തർക്കമല്ല. പക്ഷെ പുതിയ കാലത്ത് ഇന്ത്യയിൽ ഒരു കലാകാരന് ഈ രീതിയിൽ കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, പറയാൻ പറ്റില്ല. സ്പെസിഫിക് ആയിട്ടുള്ള ഹിസ്റ്റോറിയനെ ബാക്ക് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഇവിടെ പറയാൻ പാടുള്ളൂ, കാണിക്കാൻ പാടുള്ളൂ, ചിന്തിക്കാൻ പോലും പാടുള്ളൂ. യു കാണ്ട് ഈവൻ റെമിനസൻസ്, പഴയ കാര്യങ്ങൾ ഓർക്കാൻ പോലും പാടില്ല. അതുപോലും കഴിഞ്ഞു. ഇനി ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചാൽ മതി എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് സഞ്ജയ് ലീല ബൻസാലി. ഇറ്റ്സ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നല്ല പാട്ടുകളും നല്ല രീതിയിൽ നല്ല കോസ്റ്റ്യൂമും നല്ല ഭംഗിയിൽ കഥകൾ പറയുന്ന, വളരെ സങ്കീർണമായിട്ടുള്ള കഥകൾ പോലും പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അങ്ങനെ എടുത്തിട്ട് ചവിട്ടുന്ന വീഡിയോസ് ഇവിടെ ഉണ്ട്. സോ ആ ആർട്ടിസ്റ്റിനോട് എന്തോ ഒരു ആദരവുണ്ട് എന്നുള്ളതാണ് ആ ആക്ഷൻ കാണിക്കുന്നത്. സോ വാട്ട് ഇസ് യൂസ്? റഹ്മാനൊക്കെ റഹ്മാൻ എന്നുള്ള പേരിലാണ് അതെ കയറിക്കൊളുത്ത് അതിലുണ്ടാക്കിയ പാട്ടുകൾ. എന്നാൽ ഈ പറയുന്ന വെച്ച് ചിക്ക് ബുക്ക് മൂളിയിട്ടുണ്ടോ വന്ന സമയത്ത്? ചിക്ക് ബുക്ക് എന്നുള്ള പാട്ട് വന്ന സമയത്ത് ഈ പാട്ട് മൂളിയിട്ടുള്ള ആളായിരിക്കാം. ഇത് നമുക്ക് മറികടക്കണമെങ്കിൽ ഒരു കലയ്ക്ക് പ്രസക്തി ഇന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കലയ്ക്കാണ് ടൈംലെസ് ആയിട്ട് സഞ്ചരിക്കാൻ പ്രസക്തിയുള്ള ഒരേ ഒരു സംഭവം. രാജാ രവിവർമ്മ എന്നും ഉണ്ടാക്കിയ റോയൽ പെയിൻറ്റിങ് ഇന്നും ഇസ് സോ ഹോട്ട്. വിൻസെൻ്റ് വാൻ ഗോഗ് എന്നോ വരച്ചിരുന്ന ഒരു പെയിൻറ്റിങ്ങും പട്ടിണിയിൽ മരിച്ചതിന് ശേഷം പോലും കോടിക്കണക്കിനാണ് ആ പെയിൻറ്റിങ് ഇന്ന് വിലയുള്ളത്. സോ കല ഇസ് ലോക്ക്ഡ് ഇൻ ദ ടൈം. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ ഭരതൻ്റെ സിനിമകളിൽ എത്രയോ സിനിമകൾ മറ്റ് ടൈംലെസ് ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോഴും. അമരം അല്ലെങ്കിൽ താഴ്വാരം, അതുപോലെ തന്നെ മറ്റുള്ള ഫിലിം മേക്കേഴ്സും ചെയ്തതുകൊണ്ട്. ഇപ്പോൾ KGയുടെ ഫിലിംസ്, യവനിക, അല്ലെങ്കിൽ ഇത് 80s ഈ പടം ചെയ്തെങ്കിൽ പോലും ഇറ്റ്സ് സോ റിലേറ്റബിൾ ഈവൻ നൗ. അല്ലെങ്കിൽ നമുക്ക് ഒരു മറ്റേ ഒരു ടൈമിൻ്റെ ഒരു സാധനം നമ്മൾ ഫീൽ ചെയ്തിട്ടില്ല. ഇറ്റ്സ് ലോക്ക്ഡ് ഇൻ ടൈം. അത് ലൈക്ക് ഇറ്റ്സ് സോ എവർഗ്രീൻ, ലൈക്ക് ജുറാസിക് പാർക്ക്. അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ കുറേ ഫിലിംസ് ഉണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ ഒരു സാധനം കൂടെ ആയിരുന്നു, നിൻ്റെ സിനിമ ഇന്നത്തേക്ക് മാത്രമല്ല, നീ ഇത് റെക്കോർഡ് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. നാളെ ഒരാൾ കാണും, അയാൾക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യണം. എൻ്റെ സിനിമ മണിച്ചിത്രത്താഴ് എന്ന് വന്ന സിനിമയാണ്. അത് ഇന്നും ഔട്ട്ഡേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. അത് വി ആർ സ്റ്റിൽ എൻജോയിങ് ദ ഹോൾ തിങ്. ആക്ച്വലി മണിച്ചിത്രത്താഴ് ഒരു പുതിയ സാധനം തന്നെ ഓപ്പൺ ചെയ്ത് വിട്ടു. മെൻ്റൽ ഇൽനെസ് എന്നുള്ളതിൻ്റെ ഒരു സാധനം ഓൺ എ ഹൊറർ സ്റ്റഫ്. അതുവരെ മലയാളി പ്രേക്ഷകരില്ലെങ്കിൽ ഞാൻ പോലും അന്നൊക്കെ ഇത് ഏതോ പ്രേതം നാഗവല്ലിപ്പ് വരുന്നതൊക്കെ മെഗാ ട്വിസ്റ്റായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഇത് ഇവർ തന്നെയാണ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് ഈ പരിപാടി ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ ഒരു സാധനം. സോ ആ ഫിലിമൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ നിൽക്കുന്നത്. സ്ഫടികം ഇതൊക്കെ റിലീസായി വന്നിട്ടും ഹിറ്റടിച്ച് പോകണമല്ലോ അത്. ലൈക്ക് സോ ഇറ്റ്സ് വെരി റിലേറ്റബിൾ. സോ അതാണ് കല. അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ
That is the only thing that can time travel actually. ഭരണകൂട ഭീകരത നിലനിൽക്കുകയാണെന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിലും താങ്കളുടെ കല അതിനെതിരെ, ആ അനീതിക്കെതിരെ ശക്തമായി പോരാടുമെന്ന് താങ്കൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് ജീവിക്കണം. അതുകൊണ്ടല്ലോ എനിക്കിപ്പോൾ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഞാനിവിടെ ഒരു ചേഞ്ചിൽ കൊണ്ടുവന്നിട്ടൊന്നും എനിക്ക് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുമില്ല. ബട്ട് ഐ ക്യാൻ ഐഡൻറ്റിഫൈ ആൻഡ് ഐ ക്യാൻ അവോയ്ഡ് ഗോയിങ് ദറ്റ് പാത്ത്. ദാറ്റ് ഇസ് ഓൾ ഐ ക്യാൻ ഡു. അതിൻ്റെ ബിയോണ്ടായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്നും പറഞ്ഞിട്ട് കയറി നിൽക്കാനായിട്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഐ ഹാവ് എ ഫാമിലി ടു ബ്രിങ് അപ്പ്. എനിക്കൊരു മോളുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട് നോക്കാൻ. എനിക്ക് അവരെ ആരും വഴിയാതരാക്കാൻ പറ്റില്ല. KPSC ലളിതയ്ക്കായാലും ഭരതനായാലും മലയാളികളുടെ മനസ്സിൽ മരണമില്ല. അവരുടെ സ്മാരകങ്ങളായി മറ്റെന്തെങ്കിലും സിനിമകൾ നിലനിൽക്കുന്നുണ്ട്, മറ്റെന്തെങ്കിലും ചെയ്യാൻ സിദ്ധാർത്ഥ് ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ ഭരതൻ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് ഭരതൻ ഫൗണ്ടേഷൻ അവർ നടത്തുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് ഇറ്റ്സ് അറൗണ്ട് 27th എഡിഷൻ ഇനി വരാൻ പോകുന്നത്. ഒരു മുടക്കമില്ലാതെ ദേ ഹാവ് ബീൻ ഡൂയിങ് ദാറ്റ്. സോ അതിൽ ഇതുണ്ട്. കഴിഞ്ഞ കൊല്ലം മുതൽ അതിലൊരു ലളിത പുരസ്കാരവും കയറിയിട്ടുണ്ട്. ഒരു ഫീമെയിൽ ആക്ട്രസിന് കൊടുക്കുന്ന ഒരു ഇതായിട്ട്. സോ അവരുടെ ലെഗസി ലിവാണ്. അവർ രണ്ടുപേരും ഓപ്പൺ സോഴ്സ് ആയിട്ട് ഇരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് അങ്ങനെ ഒരു ക്ലോസ്ഡ് എക്സ്ക്ലൂസിവിറ്റി വരുന്നതിനെക്കാട്ടിലും ലെറ്റ് ദം ബി വെരി ഇൻക്ലൂസീവ്. അപ്പോൾ ഭരതനെ പഠിക്കാനായിട്ട് അക്കാഡമിയിലൊന്നും അയാളുടെ തന്നെ സിനിമകൾ കണ്ടും അങ്ങനെ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്, വാട്ട് ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ എന്താണ് ഭരതൻ ടച്ച് എന്നുള്ളതിൻ്റെ അത് അവർ തോന്നിയിട്ട്. പിന്നെ പുള്ളി മാത്രമല്ല ഫിലിം ഉണ്ടാക്കിയിരുന്നത്, പുള്ളിയുടെ പാത്ത് മാത്രമല്ല ദി റൈറ്റ് പാത്ത് ടു ഫിലിം മേക്കിംഗ്. ദർ ആർ മൾട്ടിപ്പിൾ പാത്ത്സ്. അതിൽ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫിലിം ചെയ്യുക എന്നുള്ളത് ദാറ്റ്സ് അപ് ടു യു, ദാറ്റ്സ് യുവർ ഇൻഡിവിജ്വാലിറ്റി. നിങ്ങൾ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ ഹാപ്പി ആയിട്ട് അതിൽ ചെയ്യുക, നിങ്ങൾ സന്തുഷ്ടരാകുക നിങ്ങളുടെ വർക്കിൽ. അതിൽ ആരെ വേണമെങ്കിലും ഇൻഫ്ലുവൻസ് എടുക്കാം. ഇപ്പം ഞാൻ ചതുരം ചെയ്യുമ്പോൾ അച്ഛൻ തന്നെയായിരുന്നു എൻ്റെ മേജർ ഇൻഫ്ലുവൻസ് ചതുരത്തിൽ. ബിക്കോസ് ആ സങ്കീർണതകളിൽ ഞാൻ ആ സീൻ ഡിസൈൻ ചെയ്തേക്കണം ചെയ്തിരിക്കുന്നതൊക്കെ അച്ഛൻ്റെ ഒരു മൂഡിലും ഫ്രെയിമിലും ഒക്കെ തന്നെയാണ് അത്. സോ അതുപോലെ തന്നെ വേറെ ആൾക്കാർക്കും ഓപ്പണാണെന്ന് ആ ഫിലിം മേക്കർ, എനിക്ക് മാത്രമല്ല. ഈസ് അവൈലബിൾ ത്രൂ ഔട്ട് ആ ഫിലിംസിലും. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിലും പുള്ളിയുടെ അപ്രോച്ചിലും പുള്ളിയുടെ കളേഴ്സൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ. നോട്ട് ഓൺലി ഹിം, ദർ ഇസ് KG, ദർ ഇസ് പത്മരാജൻ, ദർ ഇസ് K. സേതുമാധവൻ, ദർ ഇസ് ഈ പറഞ്ഞ പോലെ അടൂര്. ഇവർ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടേ ഉള്ളൂ. ഒരാളും നമ്മളെ റോങ് എടുപ്പിച്ചിട്ടില്ല. എല്ലാവരും നല്ല ഒരു ഫിലിമിലോ അല്ലെങ്കിൽ നല്ലൊരു കഥാതന്തുവിലേക്ക് എത്താനായിട്ട് ഇവരെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ഫിലിംസും ക്വാളിറ്റി സ്റ്റോറീസും ഒക്കെ പറഞ്ഞു. ഇപ്പോൾ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടി, അത് ചെറുപ്പത്തിനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിട്ടുള്ളൊരു പടമാണ് അത്. ഈ രണ്ട് സിസ്റ്റേഴ്സിൻ്റെ ഒരു സച്ച് എ ബ്യൂട്ടിഫുൾ ഫിലിം. അപ്പോൾ ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. ഇതൊക്കെ ജോൺ പോൾ അങ്കിളുടെ മറ്റു തിരക്കഥകൾ, ഇവരൊക്കെ നമ്മൾ സോ ഇവർ വിജയിച്ചില്ല, മറ്റേ സിനിമയായിട്ട് വിജയിച്ചാലും ഇല്ലേലും അവരിട്ട വിത്ത് അവിടെ നിന്നും മുളയ്ക്കപ്പെട്ട് അതിൽ നിന്നും ഫലങ്ങൾ നമുക്ക് കിട്ടുന്നതുണ്ട്. ബിക്കോസ് നമ്മൾ ഇതെല്ലാം കണ്ട് അനലൈസ് ചെയ്തും സാധനം ചെയ്തും ഇതെല്ലാം നമ്മുടെ ഫിലിംസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാനുള്ളൊരു പദ്ധതി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഞാൻ മാത്രമല്ല, ഞാനിത് വോയിസ് ചെയ്തതേ ഉള്ളൂ, ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ മുന്നിലുള്ള പല സീനിയർ പ്ലേയേഴ്സും എനിക്ക് പിന്നീട് വരാനിരിക്കുന്ന ജൂനിയർ പ്ലേയേഴ്സൊക്കെ ഇതിന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അവരറിയാതെ അതിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ CB സാറ്, മുദ്ര, അങ്ങനെ എടുത്തു പറയാൻ കുറേ ഫിലിംസും സാധനങ്ങളുണ്ട്. വിൽ ജസ്റ്റ് ഗോട്ട് ലോസ്റ്റ്. ഇത് വലിയൊരു ഓഷനാണത്. ലോയി സാറിൻ്റെ ഒക്കെ വർക്ക്സൊക്കെ അങ്ങനെ തന്നെയാണ്. സോ അത് അവർ ഓപ്പൺ സോഴ്സ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതിൽ നിന്ന് നമ്മൾ പിന്നെ ഈ അറിവുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്കത് എടുത്ത് പറയാം. ഇന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതിൽ ഇന്ന സാധനങ്ങളുണ്ട്, ദേ ലുക്ക്ഡ് ഇൻ ടു ദാറ്റ്, ഈ ക്യാരക്ടർ പ്ലേ ഇങ്ങനെയാണ് പോയേക്കണേ, ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഈ സ്ക്രിപ്റ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, എല്ലാം എന്ന് പറഞ്ഞ് എടുത്ത് പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവസാനം ഒരു സാധനം ചെയ്യാൻ പോകുന്ന ഈ ഇൻഡിവിജ്വലാണ്, ഇത് കേട്ട് പഠിച്ചിട്ടുള്ള ഈ ഇൻഡിവിജ്വൽ. ഇതെല്ലാം കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യണ ഈശ്വര എന്നുള്ളത് മാത്രമേ ഒരു ആഗ്രഹമുള്ളൂ. ആൻഡ് ഇറ്റ് വിൽ സ്ലോലി കം ഔട്ട്, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കം ഔട്ട്. പത്മരാജൻ സിനിമ, ഭരതൻ സിനിമ,
സിബി മലയിൽ സിനിമ എന്നൊക്കെയായിരുന്നു നമ്മൾ കേട്ടത്. എന്നാൽ ഇന്ന് അത് മാറുന്നു. ഫഹദ് ഫാസിൽ സിനിമ, വേറെ ആരും ആവട്ടെ, നേരത്തെ ഉണ്ടായ ഒരു രീതിയിൽ വ്യത്യസ്തമായൊരു പോക്കാണ്. അത് സിനിമയ്ക്ക് എത്രമാത്രം ഗുണം ചെയ്യും? അങ്ങനെയാണ് സിനിമ പ്രവർത്തിക്കുന്നത്. അതാണ് വേണ്ടത്. സിനിമ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകണം, എന്നാലേ അത് മുന്നോട്ട് നീക്കുള്ളൂ. ഇപ്പോൾ മുരളി ഗോപി പറഞ്ഞ പോലെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാലേ മുന്നോട്ട് പോവുള്ളൂ, റൈറ്റ് മാത്രമായിട്ട് മുന്നിൽ പോവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ പുതിയ കാലത്തെ സിനിമ എന്ന് പറഞ്ഞല്ലോ, ഒരു 10-30 അല്ലെങ്കിൽ 40 കൊല്ലം മുന്നേ ലേറ്റ് 70s ആഫ്റ്റർ ദി എമർജൻസി പീരീഡ് ഇവിടെ ഉണ്ടായിട്ടുള്ള സിനിമകൾ, മലയാളത്തിലെ സിനിമകൾ ടേംഡ് അന്നത്തെ ന്യൂജൻ. അതിൻ്റെ ഭാഗമായിരുന്നു സ്വപ്നാടങ്ങളായിട്ട് KG സാറും അച്ഛനും ഇവരൊക്കെ വന്നിട്ടുള്ളത്. അപ്പം അവർ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമ എടുത്തിരുന്ന ആൾക്കാർക്ക് ഭയങ്കര, അല്ലെങ്കിൽ അത്തരം സിനിമകൾ ആ ഒരു ടൈപ്പ് ഓഫ് കഥാതന്തു, അത് അതിൻ്റെ ഒരു ഋതം ഒക്കെ മാറ്റി മറിച്ചുകൊണ്ടല്ലേ ഇവർ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര കൾച്ചർ ഷോക്കായിരുന്നു. പിന്നെ അവർ കുറച്ച് നാൾ റൂൾ ചെയ്തു, ഏകദേശം ഒരു 10 കൊല്ലത്തിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞ് അടുത്ത ബാച്ച് വന്നു, അടുത്ത ജൂനിയേഴ്സ്, സിബി സാറ്, കമൽ സാറ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് നടനിലേക്ക് ചുരുങ്ങുകയാണ്. നേരത്തെ ടെക്നീഷ്യൻസ് ആയിരുന്നു, ഇന്നിപ്പോൾ നടനിലേക്കാണ് ചുരുങ്ങുന്നത്. പക്ഷെ ഇന്നും ടെക്നീഷ്യൻസിന് വാല്യൂ ഉണ്ട്. ഞാൻ പറയുന്നത് സംവിധായകനിൽ അപ്പുറം വലുതായിട്ടൊരു നടൻ വരികയാണ്. പക്ഷേ ഇപ്പം മമ്മൂട്ടി അഭിനയിച്ചാലും അമരം ഭരതൻ്റെ സിനിമയാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന സമയം എന്ന് പറയണത് ഈ പറഞ്ഞ ടെക്നിക്കൽ വാല്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടുന്ന് നമ്മൾ എത്രയോ മാറി വന്നു കഴിഞ്ഞു. നമ്മൾ എത്രയോ നല്ലൊരു മാറ്റമാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അത് സിനിമയുടെ അനിവാര്യമായിട്ടുള്ളൊരു മാറ്റമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. ഇപ്പോൾ മോഹൻലാൽ ഫിലിമിന് ഫസ്റ്റ് ഷോയ്ക്ക് അത്ര ആൾക്കാർ വരുന്നത് മോഹൻലാലിനെ കാണാനാണ്, അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിനെ കാണാനാണ്. അപ്പോൾ ഇറ്റ്സ് ബീങ് ഡയറക്റ്റഡ് ബൈ ഈ പറഞ്ഞ പോലെ അൽഫോൻസ് പുത്രൻ ഹാഡ് എ തിങ് അൺടിൽ ഗോൾഡ് ഹാപ്പൻ. ബട്ട് സ്റ്റിൽ അൽഫോൻസ് പുത്രൻ ഹാഡ് എ ഹോൾഡിങ്. അവൻ്റെ ഫിലിംസ് കാണാനായിട്ട് ഇവിടെ നല്ല ത്വരയുണ്ടായിരുന്നു ആൾക്കാർക്ക്. സെയിം വിത്ത് ദി ഡയറക്ടേഴ്സ് ദറ്റ് ഐ സെഡ്. അവരുടെയൊക്കെ സിനിമകൾ കാണാനായിട്ട് ഒരു, പക്ഷെ അതൊരു ഈ പറഞ്ഞ സ്റ്റാർസിൻ്റെ ആൾക്കാരുടെ കമ്പയർ ചെയ്യുമ്പോൾ വെരി കുറവായിരിക്കും. ബട്ട് സ്റ്റിൽ ആ വാല്യൂ എങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ പറയണത്. 10 കൊല്ലം മുന്നേ അതുപോലും ഇല്ലായിരുന്നു. ഈ മുഖം മാത്രമായിരുന്നു വാല്യൂ ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് അത് കയറി വരുന്നുണ്ടെന്നാണ് ഐ എം ട്രൈങ് ടു മീൻ. ആൻഡ് ഇതിൻ്റെ എല്ലാം ഒരു സമഗ്രമായിരിക്കും സിനിമയുടെ അടുത്ത ലെവൽ. വേറെ ഇപ്പോൾ ആക്ച്വലി OTTs ഒക്കെ നോക്കുന്നുണ്ടല്ലോ, ലൈക്ക് ഹൂസ് ദ ഡയറക്ടർ, ഹൂസ് ദി ആക്ടർ എന്നുള്ളത്. ഇപ്പോൾ ഡയറക്ടർ ഒരു കഴിഞ്ഞ പടം ഭയങ്കര പടമായിരുന്നെങ്കിൽ അയാൾക്ക് വൻ വാല്യൂ ഉണ്ട്. അയാളാണല്ലോ കണ്ടന്റ് ഉണ്ടാക്കണത്. എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി സിനിമ ഡയറക്ടറുടെ കലയാണെന്നാണ് നമ്മൾ കേട്ടതും അറിഞ്ഞതുമല്ല. പക്ഷെ ഇന്നത് മാറുകയാണ്. അപ്പൊ അത് മാറുമ്പോൾ ഇല്ല, അങ്ങനെ ഒരിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, എവറിബഡി വാസ് ഡൂയിങ് സംതിങ്. ബട്ട് ഇപ്പം അത് വീണ്ടും ട്രാക്കിലാവുന്നുണ്ട്. ഇപ്പോൾ തരുൺ മൂർത്തി മറ്റേ ഓപ്പറേഷൻ ജാവയും അത് കഴിഞ്ഞ് മറ്റേ സൗദി വെള്ളക്കയും ചെയ്തിട്ട് അവനൊരു ഒരു ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അത്തരം കുറച്ച് സീരിയസ് ആയിട്ട് പുള്ളി വേറെ ഏതൊക്കെയോ ഒരു ചെറിയ ഇൻട്രാപേഴ്സണൽ റിലേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കളി കളിക്കുന്നുണ്ട് എന്നുള്ളത്. ബട്ട് വിത്ത് തുടരും ഇറ്റ് ടോട്ടലി ചേഞ്ച്. ഇഫ് സെയിം തരുൺ വാസ് ഡൂയിങ് ദ സെയിം ഫിലിം വിത്ത് അനദർ ആക്ടർ, വിത്ത് എ ലെസർ നോൺ ആക്ടർ, തുടരും വുഡ് നെവർ ഹാവ് റിസീവ്ഡ് സച്ച് എ ഫെയർ. അപ്പം അതുകൊണ്ടല്ലോ ഇത് രണ്ടും കൂടെ ഫൈൻ ബാലൻസിൽ കൊണ്ടുവന്നിട്ടേ വരുള്ളൂ. പക്ഷെ സാറി പറഞ്ഞ ടൈമിൽ ഉണ്ടായിരുന്ന സംഭവം എന്ന് പറയുന്നത് അന്ന് ഇതൊരു പ്യുവർലി ടെക്നിക്കൽ മാർവലാണ്. ഇപ്പോൾ അമരം വാസ് എ ഭരതൻ ഫിലിം എന്ന് പറയുന്നതിന് മുമ്പേ, ഇഫ് യു ഗോ 10 years back, there were films being identified with only the production houses. മഞ്ഞിലാസിൻ്റെ പടം, ഉദയയുടെ പടം, അവരായിരുന്നല്ലോ പടങ്ങൾ ഇറങ്ങിയ. പിന്നെ അത് അവിടുന്ന് ടെക്നീഷ്യനിലേക്ക് എത്തി, പിന്നെ ടെക്നീഷ്യനിൽ നിന്ന് അത് ആക്ടറിലേക്ക് എത്തി. ഇനി അത് അതിൻ്റെ ഒരു ഹൈബ്രിഡ് വരും. അതിൻ്റെ ഒരു ഹൈബ്രിഡ് ഇപ്പൊ ഉണ്ടല്ലോ, ഹോംബാലെ പ്രൊഡക്ഷൻസ്, മറ്റേ ഇയാള് എനിക്ക് അയാളുടെ പേര് കിട്ടുന്നില്ല, മറ്റേ KGF ഒക്കെ ചെയ്ത ആളും, പ്രശാന്ത് നീൽ.
പ്രശാന്ത് നീലിൻ്റെ പടം എന്ന് പറയുമ്പോൾ വേറൊരു സംഭവമായി അതിനകത്ത് പ്രഭാസ് ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇത് ഹൊമ്പാലെ പിന്നെ മറ്റേത് ഓക്കെ കൊള്ളാം ഇത് പറഞ്ഞിട്ട്. സോ അതായി വന്നോളൂ. ഇങ്ങനെയാണ് സിനിമയുടെ എവല്യൂഷനും സംഭവങ്ങളും ഇങ്ങനെ തന്നെയാണ്. മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലിനൊപ്പം അഭിനയിച്ചു. മോഹൻലാലിനൊപ്പം സ്പിരിറ്റിൽ സമീർ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ക്രമയുഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം. ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനൊപ്പം അഭിനയിക്കുമ്പോൾ സിദ്ധാർത്ഥനുണ്ടായ, ഒരുപക്ഷെ സിദ്ധാർത്ഥന് ഇതൊന്നും ഒരു ആകാംക്ഷ ഉണ്ടായതായിരിക്കില്ല, വളരെ കുട്ടിക്കാലം മുതലേ തന്നെ കാണുന്ന ആളുകളാണ്. എന്നാലും ഇവർക്കൊപ്പം അഭിനയിക്കുമുണ്ടാവുന്ന ആൻസൈറ്റി അതെന്തൊക്കെയായിരുന്നു? വളരെ കൂടുതലായിരുന്നു. എന്നുവെച്ചാൽ ഈ കുട്ടിക്കാലം മുതൽ കണ്ടു എന്ന് പറയുന്നത് ഈ ടി വിയിലും ഇതിലൊക്കെ തന്നെയാണ്. പക്ഷേ അവരുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആങ്സൈറ്റി അത് വേറെയാണ്. അത് ഈ പറഞ്ഞ എന്നെ ചുറ്റി വന്നേക്കണ ആ 2 വൃക്ഷങ്ങളുടെ വെയിറ്റും കൂടെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, അവരുടെ കൂടെ സാധനം ഞാൻ നോക്കണം. അല്ലെങ്കിൽ അവർക്കാണ് ആദ്യം പേര് വീഴുക. ഭരതേട്ടൻ്റെ മോൻ ഇങ്ങനെയല്ലല്ലോ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ ലളിത ചേച്ചിയുടെ മോൻ ഇങ്ങനെയല്ല, അങ്ങനെയല്ലേ പറയാം. ഫസ്റ്റ് നോബഡി എന്നെ ആയിരിക്കും ഡയറക്റ്റ് പറയാം. സോ അതിൻ്റെയും കൂടെ വെയിറ്റ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഒരുപാട് ഡയലോഗ് തെറ്റിക്കാതെ പറയണം. അക്കംപ്ലിഷ്ഡ് ആക്ടേഴ്സിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ ഈ വേഷം കെട്ടത്. അപ്പോൾ അത് മര്യാദയ്ക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ആങ്സൈറ്റി. ലൈക്ക് എവറി അതർ ആക്ടർ ഹു ഈസ് ഗോയിങ് ടു കം ഇൻ ഫ്രണ്ട് ഓഫ് ദീസ് 2 പീപ്പിൾ, അവർക്കുണ്ടാവുന്ന അതേ ആങ്സൈറ്റി തന്നെ എനിക്കും ഉണ്ടാവും. ഉണ്ടാവുന്നല്ല ഉണ്ടായി. ചലച്ചിത്ര രംഗത്തെ മഹാവൃക്ഷങ്ങളായ ഭരതൻ്റെയും KPS ലളിതയുടെയും അതേ ഉത്തരവാദിത്വം നിറവേറ്റുന്ന മകനായി മുന്നോട്ട് പോകാൻ സിദ്ധാർത്ഥന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.